ഹലോ ഗായ്സ്, ഞാനിപ്പോൾ എവിടെ പോണേന്നറിയാം. ഞാനേ കുളിക്കാൻ പോകും. ലൈറ്റ് അടിക്കുന്നു, ഇവിടെ ലൈറ്റ് അടിക്കണം. കുളിക്കാൻ പോവുമായിരുന്നു. അപ്പം നമ്മുടെ വീട്ടിലെ ഷാമ്പു തീർന്നു. അപ്പോൾ ഷാമ്പു മേടിക്കാൻ വേണ്ടി കടയിലേക്ക് പോകുവാണ് ഗായ്സ്. അപ്പോൾ ഞാൻ വഴി കാണിച്ചുതരാം. ഒറ്റക്കാണ് പോകണത്. ആ വഴിയിലൊന്നും ആരില്ല ഗായ്സ്. കാണിച്ചിട്ട് കണ്ട ആരുമില്ലാത്ത വഴികൾ. സത്യത്തിലില്ലേ, ഒരു ചെറിയൊരു സ്മോക്കി എഫക്റ്റ് ഇല്ലേ ഇവിടെ, മഞ്ഞ് പോലെ വന്നിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. ബിക്കോസ് മഴ പെയ്തിരിക്കണം. ചീവീടിൻ്റെ ഒക്കെ കരച്ചിൽ കേട്ടാ ഗൈസിൻ്റെ നിഴൽ. ഹലോ ഗായ്സ്, വെട്ടത്ത് വെച്ച് എന്നെ കാണിച്ചു തരാം ഗൈസ്. കണ്ട വെട്ടത്ത് വെച്ച് എന്നെ കണ്ട വിചാരിക്കും എനിക്ക് ഭ്രാന്താന്ന്. എന്ത് ഇങ്ങനൊരു വട്ടം തന്നെ പറടി. സത്യത്തിൽ വർക്ക് കഴിഞ്ഞ് ഇപ്പോഴല്ല, കുറച്ച് നേരം പോയി വന്നിട്ട് അപ്പോൾ ഒന്ന് കുളിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. കടയിലോട്ട് നടക്കും. നിങ്ങൾ എന്താ ഷാമ്പു, നിങ്ങൾ കുളിക്കുമ്പോൾ എന്ത് ഷാമ്പു യൂസ് ചെയ്യണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അയ്യോ, ഇല്ല, കട അടച്ചിട്ടില്ല. നല്ല തണുപ്പുണ്ട്. നല്ല മഴ പെയ്തിട്ട് നല്ല തണുപ്പുണ്ട്. കാണിച്ചുതരാം. കട കാണണം നിങ്ങൾക്ക്? കാണണം. എൻ്റെ ആ ബാക്കിൽ കാണുന്നതാണ് കട ഗൈസ്. അവിടെ ചെന്നിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല. അതെല്ലാം കാണിച്ചുതരാം. ഇതാണ് ഞാൻ സ്ഥിരം യൂസ് ചെയ്യണ ഷാമ്പു. എനിക്ക് ഷാമ്പു ഡവിൻ്റെ ഇതൊന്നല്ല എനിക്ക് ഇഷ്ടമായത്. ബിക്കോസ് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഷാമ്പൊക്കെ തീർന്നാലും ഞാൻ കടയിൽ ചെന്ന് ആദ്യം ഓടിച്ചെന്ന് മേടിക്കണത്. ഒട്ടുമിക്ക പെൺപിള്ളേർ അങ്ങനെ തന്നെയാണെന്ന് തോന്നണത്. ഇത് മാത്രം മേടിക്കുള്ളൂ തോന്നുന്നുണ്ട്. പിന്നെ അവൻ്റെ ഒരു മിഠായി ചോക്കി. ഇതില്ലേ, ഇതിനൊരു കഥയുണ്ട്. ഇതിനൊരു കഥയുണ്ട്. പണ്ടില്ലേ, പഠിക്കുന്ന സമയത്ത് ഞാനെന്തോ 10-ലോ 9-ലോ എന്തോ പഠിക്കുന്ന സമയത്താണ് തോന്നുന്നു ഇറങ്ങിയത്. അന്നേരം ഞാൻ പൈസയൊക്കെ കട്ടെടുത്തിട്ട് പോയി മേടിക്കുമായിരുന്നു. പക്ഷെ ഇന്നേരം എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്. അപ്പം മേടിക്കാനുള്ള മൂടും പോയി. അങ്ങനെ ഒരു 15 രൂപയ്ക്ക് ഷാമ്പു, 25 രൂപയ്ക്ക് ഷാമ്പു അടിച്ച് 5 രൂപയാണ് ഒരെണ്ണത്തിന്. ഞാൻ 2 എണ്ണം യൂസ് ചെയ്യും തലയിൽ. അപ്പം ഞാൻ അങ്ങോട്ട് നടക്കുകയാണ് പൈസ. വണ്ടിയിൽ വരെ ചേട്ടൻ പോയിട്ട് നോക്കണം. ഇപ്പോൾ പോയ വണ്ടിയുടെ വോയിസ്